ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണിയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെക്കുന്ന ബിരിയാണിയാണ്. എനിക്ക് വീട്ടിൽ പെട്ടെന്ന് ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് ഫേവറേറ്റ് അതാണ്. അപ്പം ഞാൻ അതിനെ പറയുന്നത് കുക്കർ ബിരിയാണി എന്നാണ്. അപ്പം ഈസി ആയിട്ട് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കുക്കർ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഒണിയൻ വേണം, സവാള വേണം. ഇത് എത്ര സവാള ഉണ്ട്? ഇതൊരു 3 ഒരു 3 സവാള. പിന്നെ ടൊമാറ്റോ, അത് ഞാനാണ് അരിഞ്ഞത്. അപ്പം ഒരു വലിയ ടൊമാറ്റോ എടുത്തായിരുന്നു നമ്മൾ. പിന്നെ മല്ലിയില, പച്ചമുളക് ഒരു 4-5 എടുത്തു, അത് 2ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ്, അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇതിനി നമ്മൾ ചതയ്ക്കൂ, അതെങ്ങനെ അങ്ങ് ഇടൂ? ചതയ്ക്കും. ഇതിനി ചതച്ചിട്ടായിരിക്കും ഇടുന്നത്. പിന്നെ ചിക്കൻ ആക്ച്വലി മാരിനേറ്റ് ചെയ്താണ് വെച്ചിരുന്നത്. 1 കിലോ ചിക്കൻ. പിന്നെ പറ. 1 കിലോ അല്ല, ഇതിപ്പോൾ നമ്മുടെ ഈ റൈസിന് ആവശ്യമുള്ളത് എടുത്ത്. റൈസ് എത്ര എടുത്ത്? അത് ഒരു ഗ്ലാസ്, ഒരു വലിയൊരു ഗ്ലാസ്സിന്, ഒരു വലിയ ഗ്ലാസ് റൈസിനനുസരിച്ചിട്ടാണ് ഇത്രയും ചിക്കൻ എടുത്തത്. ഇത് ഓൾറെഡി മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, പെപ്പർ ഇട്ടോ, കുരുമുളക് ഇട്ടോ? ഇല്ല. പിന്നെ ലേശം മസാല. എന്ത് മസാല? അത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന വീട്ടിലെ മസാല. പിന്നെ അമ്മൂമ്മ കുറച്ച് മാഗി ക്യൂബ്സും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ടത്. ബാക്കി അല്ലാണ്ട് മസാലസ് വേണമായിരിക്കും. അപ്പം നമുക്കിനി കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. ഓക്കെ, അരിനെ പറ്റിയാണ് ഞാൻ അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഏത് അരിയാണ് എടുത്തിട്ടുള്ളത്? ഇത് വീനസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു വലിയ കപ്പ് അരി എടുത്തു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഇത് കുതിർത്ത് അരി അരമണിക്കൂർ വെച്ചിരിക്കണം. അതിനുശേഷം ഇത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് വറക്കണം. ആ വറുത്ത് കോരിയതാണ് ഇതായി കാണുന്നത്. ഓക്കെ, വറുത്ത്. ഓക്കെ, അപ്പം ആ പണി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇത് ഈ കുക്കർ ബിരിയാണിക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇങ്ങോട്ട് നോക്ക്. ഇപ്പം നെയ്യൊന്നും അധികം യൂസ് ചെയ്യാത്തവർ എന്തെങ്കിലുമൊക്കെ, ഇപ്പം അറിയാമല്ലോ, കൊളസ്ട്രോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പം നെയ്യ് യൂസ് ചെയ്യാതെ നമുക്ക് ഇത് എന്നാൽ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ നന്ദന ഒരു 2ാം സ്റ്റാൻഡേർഡ് 3ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അപ്പം തൊട്ട് നന്ദനയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം പറയും എനിക്ക് കുക്കർ ബിരിയാണി. അവൾക്ക് കുക്കർ ബിരിയാണി അതാണ് അവളുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. ഇവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണത്. എന്നാൽ നമുക്ക് ഒത്തിരി നെയ്യുടെ ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി. ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒറ്റ ഫിസിലിൽ നമുക്ക് അതന്നെ, ഇൻഗ്രീഡിയൻസും ഒത്തിരിയൊന്നും അങ്ങനെ വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ ഇനി കുക്കർ എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ബ്രൗണിഷ്, ഭയങ്കര നെയ്യിൽ വറുത്ത് കോരുമല്ലോ, അങ്ങനെ വേണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ചില ആൾക്കാർ പറയാൻ വേണ്ടി മാത്രം ക്യാമറയുടെ ഫ്രണ്ടിൽ വരും. ബാക്കി അടിമപ്പണി എത്രയും ചെയ്യുന്നത് ഞാനാണ്. ഇതാരും കാണുന്നില്ല. അമ്മ ആക്ച്വലി ഇപ്പോൾ ഒരു സ്ലൈറ്റ് പെടലിയൊക്കെ ഇട്ടിട്ടാണ്. ഞങ്ങളിപ്പോൾ പെടലി എന്നാണ് വിളിക്കുന്നത്. കഴുത്ത് കഴിയാതെ കോളനൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത് തരാം. മീശ വന്നില്ല, പെടലി ആ ഒരു അവസ്ഥയിലാണ്. എനിക്ക് 104 ഡിഗ്രി പനിയുള്ളപ്പം വരും, ഇല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴല്ലേ വരാൻ പറ്റൂ. ഇന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന എന്നെ കൊണ്ടാണ്
ഈ പണി അത്രയും ചെയ്യിപ്പിക്കുന്നത്. ഒരു പണിയും ചെയ്യിപ്പിച്ചില്ല. ഞാൻ അമ്മൂമ്മയും കൂടെ അരിഞ്ഞൊക്കെ കൊടുത്തു. അമ്മൂമ്മ കുറച്ച് അരിഞ്ഞു, ഞാൻ അരിഞ്ഞു. ഇതേപോലെ വന്ന് നിന്ന് പറയും, ബാക്കി നമ്മൾ ചെയ്യും. പണ്ട് തൊട്ട് ഇവിടെ ഇതാണ് നടക്കുന്നത്. ഒറ്റ മൂളാണെന്നും പറഞ്ഞ് വെറും പരിഗണനയാണ്. നമ്മുടെ ഓണിയൻ ഒരല്പം വശഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇത്ര ഉപ്പ് മതിയോ? വേണം, പിന്നെ ഇടാം. ഓക്കെ. സോ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്നത് അതും യൂസ് ചെയ്യാം. വേണ്ട, കടയിൽ നിന്ന് യൂസ് ചെയ്യണ്ട. അമ്മ അത് കടയിൽ നിന്നും യൂസ് ചെയ്യാറില്ല. സോ അടുത്ത നമ്മൾ പച്ചമുളക് ഇട്ടു. പച്ചമുളക് 2 അരിഞ്ഞതാണ്. അതും ഒന്ന് ചെറിയൊരു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് എത്ര ടൈം ഇല്ല, ഇത് നമുക്ക് ഇട്ടുടനെ വേണമെങ്കിലും ബാക്കിയെല്ലാം ഇട്ട് കുക്കർ അടയ്ക്കാം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പോലെ ഒരു ടേസ്റ്റ് കാണും. ഇതിലപ്പം ഇനി നമ്മൾ വേറെ ഒരു മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ മസാല കുറച്ചിടാം. എന്ത് മസാല? മസാല നമ്മുടെ പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതായത് അരിയുടെ കണക്കിനുള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം ഇട്ട്. നേരത്തെ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. നമുക്ക് തൈര് അല്ലെങ്കിൽ കുറച്ച് തൈര് അല്ലെങ്കിൽ നാരങ്ങ നീര് വേണം. ഇത് നമ്മൾ ഒരു നാരങ്ങ ഫുൾ സ്ക്വീസ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കുന്നത് ആവിയിലായി പോയി. സോ ഇനി അടുത്ത നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. വെള്ളം എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ, അത് ചിക്കൻ വെച്ചിരുന്നില്ലേ, അതിൽ തന്നെ ഞാൻ വെള്ളം എടുത്തു. ഓക്കെ, അപ്പം അതിൻ്റെ മസാലയും കൂടെ വെള്ളത്തിലാവും. ഭയങ്കര ബുദ്ധിയാവും. തീ കൂട്ടി വെച്ചു. ഓക്കെ, തീ കൂട്ടി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടി വെച്ചു. വെള്ളം നേരത്തെ പറഞ്ഞ പാകത്തിനല്ലേ? 2 കപ്പ് വെള്ളം. അപ്പം നേരത്തെ ചിക്കൻ അമ്മ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന അതേ ബൗളിലാണ് വെള്ളം വെച്ചത്. എന്നിട്ട് അപ്പം അതിൻ്റെ ആ ചിക്കൻ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ മസാലയൊക്കെ ആ വെള്ളത്തിൽ നല്ല പിടിച്ചതാണ്. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ പാല് വേണമെങ്കിൽ നമുക്കൊരു 1/4 അരയോ ചേർക്കാം. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് എന്നുള്ള അത് കുറച്ച് 1.5 ഗ്ലാസ് വെള്ളം. 1.5 ഗ്ലാസ് വെള്ളമാക്കാം. ഇപ്പം ഞാൻ 2 ഗ്ലാസ് ഇപ്പം എടുത്തിരിക്കുന്നത്. കുറച്ച് റൈസ് 1 ഗ്ലാസ് ഒരിച്ചിരി കൂടി ഉണ്ട്. അപ്പം അത് കണക്കാക്കിയാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തത് വെള്ളം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പാല് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് എന്തോന്ന് ചെയ്ത് വെച്ചാൽ വറുത്ത അരി ഇതിലോ ഇടുവാണ്. ഓക്കെ, ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കണക്ക് തെറ്റിയാൽ ഫുൾ തെറ്റുമല്ലേ? ചിലപ്പോൾ അടി പിടിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മനോഹരമായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ടൊമാറ്റോ ഇതിലോട്ടിട്ടു. ഒരു വലിയ ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തത്. പിന്നെ ഇനി നമ്മൾ കുറച്ച് മസാലാസ് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോ സ്പൈസ് ഓരോ രീതിയിലായിരിക്കും അല്ലേ? അപ്പം അതനുസരിച്ച് മുളക് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ കുരുമുളകാണ് കേട്ടോ ഇടുന്നത്. കുരുമുളക് പൊടിയായിട്ട് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം. നമ്മൾ ഫുൾ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ഇടുക. എനിക്കിങ്ങനെ ഫുൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടെ ടേസ്റ്റിയർ ആയിരിക്കും. ഇതെല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ഇത്
ഇതൊക്കെ ഒരു മനക്കണക്കാണ്, ഇതൊക്കെ തെറ്റിയ. ഓക്കെ, ഇനി നമ്മളിതാ ഫൈനലി പാലൊഴിക്കുന്നു. ഓക്കെ, പാലില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ലാസ്റ്റ് ഇതാ മല്ലിയില ഇടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണിയുടെ ഫുൾ കഴിഞ്ഞല്ലോ, ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. വേണമെങ്കിൽ ഇച്ചിരി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലുക്ക്. ഇത് നമ്മൾ ഇനി ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കർ ബിരിയാണി ക്ലോസ് ചെയ്യുന്നത് വരെ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ചു നേരം ഫ്ലെയിമിലായിരുന്നു. ഒരു ഫിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ തീ അണയ്ക്കാതെ വയ്ക്കുക. അപ്പം ഒരു ഫിസിൽ കേട്ടതിന് ശേഷം അണച്ച് വയ്ക്കുക. അണച്ച് വെച്ചിട്ട് കുറച്ച് നേരം ലൈക്ക് ഓപ്പൺ ചെയ്യരുത്, അതൊന്ന് സെറ്റായി വരുന്നത് വരെ. അപ്പം ഞങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പം അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. തുറക്കാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കേ, വാവ്. സോ ദാ കുക്കർ ബിരിയാണി ഈസ് റെഡി. കണ്ടോ, കറക്റ്റ് അളവല്ലെങ്കിൽ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല, റൈസ് ആണെങ്കിലും. ഓക്കെ, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഐ ഹോപ്പ് ചിക്കനും വെൽ കുക്ക്ഡ് ആണ്. സൂപ്പർ. അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ലൈക്ക് കുക്കിംഗ് ഒക്കെ ഇച്ചിരി എന്നെ പോലെ പാടായിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കുക്കർ ബിരിയാണി. പക്ഷെ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇവിടെ ഒരാൾ ഭയങ്കര ബഹളം. ഇനി അവന് കൊടുക്കുന്നവരെ അവൻ പാട്ട് പാടും. ആ ശരി, ഓക്കെ, തരാം, വെയിറ്റ് ചെയ്യും. പറഞ്ഞു തീർക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഓക്കെ, അവൻ ഇനി ഫുൾ അവൻ ബഹളമായിരിക്കും. അപ്പം ഇനി ഞങ്ങൾ ഫസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ എൽജഡൻ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു, അറിയില്ല അവൻ്റെ കാര്യം ആയതുകൊണ്ട്. വരുവാണെങ്കിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ റിവ്യൂ ഏൽപ്പിച്ചുതരാം. സോ ഗൈസ്, നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുള്ള വെബം ആൾക്കാരിതാ വന്നു. കിച്ചു ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അത് കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പറ എന്തെങ്കിലും. കഴിക്കട്ടെ, കഴിച്ചിട്ടല്ലേ പറയാ, പിന്നെ എന്തിനു പറയാ അല്ലേടേ? ഓ, കഴിക്കാതെ പിന്നെ എന്തിനു പറയാ? കൊള്ളാം, നല്ല പ്രസന്റേഷൻ, അടിപൊളി. പ്രസന്റേഷൻ എങ്ങനെയുണ്ട്? ഞാനാണത് കമത്തിയത്. കൊള്ളാം, ഫ്ലേവേർഡ് നല്ല കൊള്ളാം. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ. ഭയങ്കര സംഭവമൊന്നും അല്ല, ഓക്കെ, ഇഷ്ടപ്പെട്ടു. ചോദിക്കണ്ടേ? ഇല്ല, കൊള്ളാം, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഓക്കെ, കുക്കറിലിട്ട് വെച്ചല്ലേ എല്ലാം കൂടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തല്ല. റൈസിനകത്ത് എല്ലാം അതിന്റെ ഒരു ഫ്ലേവർ ആ ചിക്കന്റെ മറ്റേ സ്റ്റോക്കിന്റെ ഫ്ലേവർ ഒക്കെ അതുണ്ട്. കൊള്ളാം, എന്താ കൊള്ളില്ലേ? എന്തെങ്കിലും എതിരഭിപ്രായം പറയാനുണ്ടോ? എതിരഭിപ്രായമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ പറ. ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.